മന്ത്രവാദിയെ കൊണ്ടുവന്ന് ആണി അടിച്ച് തളയ്ക്കാൻ അവള് കള്ളിയങ്കാട്ട് നീലിയൊന്നുമല്ല, പാർവതിയാ. മജ്ജയും മാംസവും ജീവനും ഒക്കെയുള്ള, അതിലുപരി സകല തരികിടകളും അറിയാവുന്ന പാർവതി. പിന്നിപ്പോ എന്ത് വേണമെന്നോ സുശീലജി പറയുന്നേ? ഏതായാലും ഭജനമടത്തിന്ന് അമ്മ ഇന്ന് വന്നോട്ടെ. എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. ഗോപിയേട്ടന് എഴുതിവെച്ച വിൽപത്രം അസാധുവാക്കാൻ കഴിയുമെന്ന് നോക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ആ പ്രമാണം വെച്ചുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവളെ തെറ്റിദ്ധരിപ്പിക്കണം. എഴുത്തും വായനയൊന്നും അറിഞ്ഞൂടാത്ത അവൾക്ക് അതിലുള്ള ക്ലോസ് വായിച്ചെടുക്കാനൊന്നും അറിയില്ല. അത് സുശീലേച്ചി പറഞ്ഞത് പോയിന്റാ. ചേച്ചി, പൊട്ടക്കണ്ണൻ ആനയെ കണ്ടതുപോലെ അവളെ കൺഫ്യൂഷൻ ആക്കിയാലേ നമുക്ക് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റൂ. ചേച്ചി, എടി ഇവിടെ വന്നേ. നീ എന്തിനാ ഞങ്ങളെ ചൂരലുകൊണ്ട് അടിച്ചത്? ഞങ്ങളെ അടിക്കാൻ മാത്രം നീ വളർന്നു അല്ലേ? ഈ വീട്ടിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പൊയ്ക്കോട്ടെ എന്ന് കരുതിയാ ഞങ്ങള് കാട്ടൂർ ഭൈരവനെ വരുത്തി ഇവിടെ കർമ്മങ്ങൾ ചെയ്യിക്കാൻ ഒരുങ്ങിയത്. നീ എന്ത് ധൈര്യത്തിലാ അയാളെ അടിച്ചോടിച്ചത്? അയാൾ എന്തിനാ എന്നെ ആവാഹിച്ചിരുത്താൻ ശ്രമിച്ചത്? ഉദയനൂരമ്മയ്ക്ക് രക്താഭിഷേകം ചെയ്യാൻ പറഞ്ഞ എന്തിനാ? അപ്പോ അയാള് വെറും മന്ത്രവാദി ആയിരുന്നില്ല, ദുർമന്ത്രവാദിയായിരുന്നു. അയാൾ എന്നെ തല്ലാൻ വന്നോണ്ടാ ഞാൻ അയാളെ തല്ലിയത്. ആഹാ, നിന്നെ തല്ലാൻ വരുന്നവരെ എല്ലാം നീ തിരിച്ചു തല്ലുവോ? എന്റെ ഭർത്താവോ അതുപോലെ എന്നെ തല്ലാൻ അധികാരമുള്ളവരോ ആണെങ്കിൽ ഞാൻ നിന്ന് തല്ലുകൊള്ളും. മറിച്ച് ഭൈരവനെ പോലെയോ പ്രതാപൻ സാറിനെ പോലെയുള്ളവരോ ആണെങ്കിൽ ഞാൻ തിരിച്ചടിച്ചിരിക്കും. അതിലൊരു സംശയവും വേണ്ട. എടീ, നീ ഈ വീട്ടിലെ വലിയ ആരോ ആണെന്ന് നിനക്കൊരു വിചാരമുണ്ട്. അത് ആ രാധികയും ഗാർഗയും കൂടി ഒപ്പിടിച്ച വെള്ള പേപ്പർ കാണിച്ച് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നയാ. എടീ, ആ പേപ്പർ 8ആയി കീറി കുപ്പത്തൊട്ടിയിലിട്ടാ അതോടെ തീരും നിന്റെ ഈ ഗർവ്. മനസ്സിലായോടി? എടി പോടിന്നൊക്കെയുള്ള വിളി സ്വന്തമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് മതി. എന്റെ പേര് പാർവതി എന്നാ. ഇനി മുതൽ വിളിക്കേണ്ടത് അങ്ങനെയാണ്. സാറിന് മനസ്സിലായോ? മനസ്സിലാക്കിയാൽ നല്ലത്. ഇനി അധികാരത്തിന്റെ കാര്യം. ഈ വീട്ടിൽ എനിക്ക് അധികാരമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ കടലാസ് 8ആയിട്ട് കയറിയാ നിങ്ങൾക്ക് അധികാരം കിട്ടുമെങ്കിൽ ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടത് ചെയ്തില്ല? കേട്ടില്ലേ ചേച്ചി? ഇവള് ചോദ്യം ചെയ്യുന്ന കേട്ടില്ലേ? തന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു എനിക്കൊരു പേരുണ്ടെന്ന്. അതേ വിളിക്കാവൂന്ന്. കാര്യം പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ലേ? ജീവിതാവസാനം വരെ പാർവതി പ്രതികരിക്കില്ലെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചത്? മറുപടി പറയാൻ അറിയാമായിരുന്നിട്ടും പാർവതി മിണ്ടാതിരിക്കുന്നത് പേടിച്ചിട്ടൊന്നുമല്ല, മര്യാദ കൊണ്ടാ. ഇനി മുതലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് മര്യാദയോടെ പെരുമാറാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വെറുതെ പാർവതിയുടെ വായിലിരിക്കുന്നത് കയ്യും കെട്ടി നിന്ന് കേൾക്കേണ്ടി വരും. ഇവിടെ പാർവതി പറയുമ്പോ നീ എന്തിനിങ്ങനെ ചാടി വീഴുന്നേ? ഞാൻ കരുതിയിരുന്നതേ അങ്കിളിന് കുറച്ച് വകതിരിവ് ഉണ്ടായിരിക്കുമെന്ന്. ഇപ്പൊ മനസ്സിലായി.
വകതിരിവ് മാത്രമല്ല തിരിച്ചറിവ് പോലും ഇല്ലാന്ന്. മിസ്റ്റർ പ്രതാപനങ്ങളെ, അവളെ എന്റെ ഭാര്യയാണ്. ശ്രീമതി പാർവതി വിശാൽ. ഓഹോ, അപ്പൊ 1 മാസത്തിനുള്ളിൽ ജാസ്മിന്റെ വിവാഹം നടക്കുന്ന അവളുടെ അച്ഛന് വാക്ക് കൊടുത്തതോ? അത് മറന്നുപോയോ വിശാൽ സാറേ? അതെ, കല്യാണം നടന്നിരിക്കുന്ന ജാസ്മിന്റെ പപ്പയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതല്ലേ വിശാൽ? അത് നീ മറന്നുപോയോ? മറന്നിട്ടില്ലമ്മേ, ഒന്നും മറന്നിട്ടില്ല. മറന്നുപോയത് ഓർത്തെടുക്കാൻ കഴിഞ്ഞ പിന്നീട് ഒരിക്കലും അത് മറക്കേയില്ല. വിശാൽ അങ്ങനെ ഒന്നും എളുപ്പത്തിൽ മറക്കുന്ന ആളല്ലെന്ന് അമ്മയ്ക്കറിയൂന്ന് എനിക്കറിയില്ല. സോറിയേ. കൊള്ളാം. പാർവതിക്ക് വേണ്ടി സംസാരിക്കാൻ വിശാൽ തുടക്കമിട്ട് കഴിഞ്ഞു. ചേച്ചി, ഇനി കളികൾ ഇത്തിരി കടുക്കുമല്ലോ. വിശാലിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്ത് പ്രഭേച്ചി, ഇവനിപ്പോ ഇങ്ങനെ? അതിനൊരു ഉത്തരമേ ഉള്ളൂ സുശീലേ, പാർവതി. ഈ ഓഫീസിലേക്ക് കയറി വരുമ്പോഴേ ഒഴിഞ്ഞു കിടക്കുന്ന അച്ഛന്റെ ക്യാബിൻ കാണുമ്പോ മനസ്സിൽ വല്ലാത്തൊരു പിടച്ചില്. അച്ഛൻ ആ കസേരയിലിരിക്കുമ്പോ നമുക്കുണ്ടാവുന്നൊരു പിൻബലം, അതൊരു വല്ലാത്ത ഫീല്. ആ അനുഭവത്തിൽ നിന്ന് കിട്ടുന്നത് ഒരു പാഠപുസ്തകത്തിൽ നിന്നും കിട്ടില്ല. എക്സ്ക്യൂസ് മീ സർ. യെസ്. അത് ഏട്ടൻ പറഞ്ഞ സത്യം തന്നെയാ. അനങ്ങാൻ വയ്യാതെ കിടക്കുവാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും അച്ഛന്റെ മനസ്സിൽ. അച്ഛനെ നമുക്ക് എത്രയും വേഗം തന്നെ ഓഫീസിലേക്ക് കൊണ്ടുവരണം ഏട്ടാ. എന്റെ ആഗ്രഹവും അത് തന്നെയാ. താങ്ക് യു സർ. ഇതാരാ? വീട്ടിൽ നിന്നാണോ? അല്ല, എന്റെ ഒരു ഫ്രണ്ടാ. ഞാൻ ദേ വരുന്നേ. ഹലോ. ഫോൺ കൊടുത്തയക്കുന്നുണ്ടെന്ന് എന്നോടെന്താ വിപിൻ സാർ പറയാതിരുന്നത്? വിപിൻ സാറിനോട് ഞാൻ ഫോൺ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ് അമ്മ എന്നെ കുറെ തല്ലി. അമ്മയുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടിയോ? നന്നായി. നിനക്കേ 2 തല്ലിന്റെ കുറവുണ്ടായിരുന്നു. ഒരു തല്ലിന്റെ കുറവുണ്ടായിരുന്നു, പക്ഷെ അമ്മ എന്നെ ചെറുതായിട്ടല്ല തല്ലിയത്. ദേഷ്യം വന്നിട്ട് ഞാൻ ആ ഫോൺ അമ്മയുടെ മുന്നിൽ ഇട്ടു കൊടുത്തു. ഞാൻ ആ ഫോൺ വാങ്ങി അയച്ചത് പാർവതി. ഞാൻ പാർവതിയുടെ പേര് പറഞ്ഞത് ഏട്ടൻ കേട്ട് കാണാം. പല്ലവിയോടാണ് സംസാരിക്കുന്നതെന്ന് ഏട്ടൻ മനസ്സിലാക്കി കാണുമോ? വിപിൻ സാർ എന്തോ പറയാമെന്നല്ലോ. ഒന്നുമില്ല, ആ ഫോൺ ഇഷ്ടമായെന്ന് ചോദിക്കായിരുന്നു. അതിന് ആ ഫോൺ ഞാൻ ശരിക്കും നോക്കിയത് പോലുമില്ല, അമ്മ എടുത്തു വെച്ചിരിക്കുക. അത് ഉപയോഗിക്കാൻ നീ മടി കാണിക്കൊന്നും വേണ്ട. വിപിൻ സാർ എന്താ അങ്ങനെ പറഞ്ഞത്? സ്നേഹത്തോടെ വാങ്ങി തന്നല്ലേ? ശരിക്കും? പാർവതി കാശ് നിന്ന് വാങ്ങി തന്നാണെന്ന് ഇവളോട് എങ്ങനെ പറയും? ഏട്ടൻ അവിടെ നിന്ന് മാറുന്നില്ലല്ലോ. വിപിൻ സാറെ, സ്നേഹത്തോടെ വാങ്ങി തന്നതെന്ന് ഒരിക്കൽ കൂടി പറയാവോ? വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. വീണ്ടും വീണ്ടും പറഞ്ഞ വീണ്ടും വീണ്ടും കേൾക്കാലോ. ഞാൻ പിന്നെ വിളിക്കാം. ശേ
വിപിൻ സാറിന് എന്നോട് സ്നേഹമാന്ന്. അയാൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. സ്നേഹത്തോടെ വാങ്ങി തന്നതാണെന്നും ഫോൺ ഉപയോഗിക്കാൻ മടിക്കരുതെന്നും പറഞ്ഞു. അതിന്റെ അർത്ഥം അയാൾക്ക് നിന്നോട് ലവ് തന്നെയാണെന്നാ. സത്യം? എന്റെ വഴിയില് അവള് വിലങ്ങുതടിയായി കിടക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. എന്ത് ചെയ്താലും എനിക്ക് തോൽവി മാത്രം. ജാസ്മിൻ പറഞ്ഞതുപോലെ ആദ്യം കൊല്ലേണ്ടത് അവളെയാണ്. തീർക്കണം. ഒരീച്ച പോലും അറിയാതെ അവളെ തീർക്കണം. ഈ മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യാൻ പ്ലീസ്. ഞാൻ എന്തിനു സ്റ്റോപ്പ് ചെയ്യണം? എനിക്കിത് ഇഷ്ടമല്ല ഈ മ്യൂസിക്. നിന്റെ ഇഷ്ടം ഞാൻ എന്തിനാ നോക്കുന്നേ? എനിക്ക് ഈ മ്യൂസിക് ഇഷ്ടാ. എന്റെ ഇഷ്ടത്തിന് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ മ്യൂസിക് കേൾക്കും. പറഞ്ഞ മനസ്സിലാവില്ല നിനക്ക്? ഏയ്, ഓ, അപ്പൊ ഗാർഗി പറഞ്ഞത് സത്യമാണ്. ഈ മ്യൂസിക് നിന്നെ 16 വർഷം പുറകിലേക്ക് കൂട്ടിക്കൊണ്ടുപോയല്ലേ? ഗായത്രി ചേച്ചി അന്ന് പാടിയ പാട്ട് നീ സ്വയം മറന്ന് പാടിയല്ലോ. അത് മനസ്സിലെ കള്ളം മൂടി വെക്കാനുള്ള നിന്റെ അടവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്റെ അടവോ? എന്തിന്? അതെനിക്കെങ്ങനെ അറിയാം? നിനക്കല്ലേ അറിയൂ. എന്തിനാണെന്ന് നീ തന്നെ പറയേ. അന്നേ വരെ ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത നീ പെട്ടെന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഈ പാട്ട് പാടുന്നു. ദോഷം പറയരുതല്ലോ, നീ അസലായിട്ട് പാടി. പക്ഷേ പിടിച്ചു നിൽക്കാൻ ആൾക്കാരെന്തും ചെയ്യുന്നു പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ നിന്റെ ഒരു അറ്റകൈ പ്രയോഗമായിരുന്നില്ലേ ആ പാട്ട്? നിന്റെ മനസ്സിൽ 100,000 സംശയങ്ങൾ ഉണ്ടാവും. അതിനൊന്നും സമാധാനം പറയലല്ല എന്റെ ജോലി. ഇത് ഒളിച്ചോട്ടാ. നിന്നെ പേടിച്ചിട്ട് ഞാൻ ഒളിച്ചോട് കാണുന്നോ? ദൈവത്തെ പേടിച്ചിട്ടില്ല ഈ പ്രഭാവതി, പിന്നല്ലേ നിന്നെ. ദൈവത്തെ പോലും പേടിയില്ലാത്ത പ്രഭാവതിക്ക് പക്ഷെ മ്യൂസിക് പേടിയാണ്. എല്ലാ മ്യൂസിക്കും അല്ല, ചില പ്രത്യേക മ്യൂസിക്കുകൾ. ഇതുപോലുള്ളവ. Stop it! Please stop it! Shoo! നിന്റെ തനി നിറം പുറത്തറിയാൻ ഇനി അധികം വേണ്ടി വരില്ല. നന്നായിട്ടില്ലേ അമ്മേ? എനിക്കറിയണം. പറ, പണം എവിടുന്നാ കിട്ടിയേ? മോളെന്താ ഒന്നും പറയാത്തെ? അമ്മ ചോദിച്ചത് കേട്ടില്ലേ? അത് മുത്തശ്ശ. മുത്തശ്ശനെ കൂട്ടിപ്പിടിക്കണ്ട, സത്യം എനിക്കറിയണം.
വിപിൻ സാറ് തന്നതാ. ആരാ അയച്ചിരിക്കുന്നേ? വിപിൻ, മോളെ അംബികേ, മോളെ എന്തൊരു ഇരിപ്പാ മോളെ ഇത്. വിളിച്ചിട്ടും അറിഞ്ഞില്ലല്ലോ. ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു പോയതാ അച്ഛ. അച്ഛന് കുടിക്കാനെടുക്കാം. മോളെ വേണ്ട മോളെ, മോളിവിടെ നിൽക്ക്. ഞാൻ പറയട്ടെ, നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പല്ലവിയുടെ പ്രായം അതല്ലേ. അവളെ കാണിക്കുന്നതൊക്കെ പ്രായത്തിന്റെ കുസൃതികളായി കണ്ടാ മതി. അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശ. അവള് ഈ പ്രായത്തില് ഇതുപോലുള്ള കുസൃതി തരങ്ങൾ കാണിക്കുന്നത് തന്നെയാ എന്റെ പേടി. വസ്ത്രം വാങ്ങിത്തരണം, ഫോൺ വാങ്ങിത്തരണം എന്നൊക്കെ പറയാൻ മാത്രമുള്ള അടുപ്പമുണ്ടോ അവൾക്ക് വിപിനോട്? ഇതൊന്നും അത്ര നിസ്സാര കുസൃതി തരമല്ല അച്ഛ. അവൾ എന്തൊക്കെയോ മനസ്സ് കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്, അതുറപ്പാ. ഫോൺ വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സുരഭിയുടെ ഫോണിൽ നിന്നാ ഞാൻ വിളിക്കുന്നത്. സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അവളോട് കെഞ്ചേണ്ടി വരുമായിരുന്നില്ല എന്ന് മാത്രം ഞാൻ വിപിൻ സാറിനോട് പറഞ്ഞിട്ടുള്ളൂ. പാവം തോന്നിയിട്ട് വിപിൻ സാർ എനിക്കൊരു ഫോൺ വാങ്ങിത്തന്നത് എന്റെ കുറ്റമാണോ? നീ എങ്ങനെ കടന്നു ചിന്തിക്കുന്നതും വേണ്ട മോളെ. വിശാലിന്റെ അരിയനല്ലേ, വിപിനെ അവളൊരു ചേട്ടനെ പോലെ കാണുന്നുണ്ടാവും. ആ ഒരു സ്വാതന്ത്ര്യം വെച്ചാവും അവൾ അവനോട് ഓരോന്ന് ആവശ്യപ്പെടുന്നത്. ഒരു ഏട്ടന്റെ സ്നേഹവും വാത്സല്യവും ഈ ജീവിതത്തിൽ അവൾക്ക് വേറെ ഉണ്ടായിട്ടില്ലല്ലോ. വിപിൻ സാറിനെ ഞാൻ ചേട്ടനെ പോലെയൊന്നും അല്ല കാണുന്നത്. വേറെ രീതിയിലാ. വേറെ രീതിയിലെന്ന് വെച്ചാ വേറെ രീതിയില്. ചിലപ്പോ അച്ഛൻ പറഞ്ഞു ശരിയായിരിക്കും. കൂടപ്പറപ്പിനെ പോലെ കണ്ടതുകൊണ്ടായിരിക്കും വിപിനോട് പല്ലവി സ്വാതന്ത്ര്യം കാണിക്കുന്നത്. എന്റെ ദേവി, അങ്ങനെ തന്നെ ആയിരിക്കണേ. അല്ല, പക്ഷേ അവൻ എന്താ കരുതുക? അവനോടുള്ള ഇവളുടെ പെരുമാറ്റം അങ്ങനെയല്ലെങ്കിൽ ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയെന്നുള്ള ബന്ധം അവള് ദുരുപയോഗം ചെയ്യുന്നു എന്നല്ലേ? അങ്ങനെ ആയ അതിന്റെ ദോഷം പാർവതിക്കല്ലേ? അതൊക്കെ ആലോചിക്കുമ്പോ എന്റെ മനസമാധാനം പോയിന്ന് പറഞ്ഞാ മതിയല്ലോ. അവളെ തല്ലിക്കൊല്ലണമെന്ന് വരെ തോന്നിയിട്ടുണ്ട്. നീ അവളെ വഴക്കു പറയാൻ തല്ലുകയൊക്കെ ചെയ്ത അവളുടെ വാശി കൂടുകയുള്ളൂ. മാത്രമല്ല, ഇതൊന്നും ചുറ്റുവട്ടത്തുള്ളവർ അറിയാതെ നോക്കണം. ഈ അസത്ത് കാരണം വിപിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ ഇനി അവൻ ഇങ്ങോട്ട് വരരുതെന്നാ എന്റെ പ്രാർത്ഥന. നീ ഒന്ന് വിഷമിക്കാതിരിക്കും മോളെ. അവനെ കാണാതിരിക്കല്ല വേണ്ടത്, കാണണം. അന്നിവിടെ വന്ന അവരുടെ മാനേജറുടെ ഫോൺ നമ്പർ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് വിപിനോടൊന്ന് വരണമെന്ന് പറയാം. നമുക്ക് അവനോട് സംസാരിക്കാം. ഏത് കാര്യവും മുഖാമുഖം സംസാരിച്ചാലേ നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റൂ. നല്ല തീരുമാനം മുത്തശ്ശ. വിപിൻ സാറിനെ ഞാൻ നേരിട്ട് കാണാൻ എന്താ വഴിയെന്ന് ആലോചിച്ചിരിക്കായിരുന്നു. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വരാൻ പറയൂ. ഞാനിത് സ്വയം പറയുന്നത് അമ്മ എങ്ങാനും കേട്ടാ ഉറപ്പായും മുത്തശ്ശനോട് പറയുന്ന പോലെ അമ്മ എന്നെ തല്ലിക്കൊല്ലും. വിപിൻ സാറ് വരുമ്പോ പട്ടണത്തിൽ നിന്ന് വാങ്ങിയ പുതിയ വസ്ത്രം ഇടാം. ഒറ്റ നോട്ടത്തിൽ വിപിൻ സാറിന് എന്നോട് ഇഷ്ടം തോന്നും. നീ അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ പല്ലവിക്ക് ആഹാരം എടുത്തു കൊടുക്ക്. നേരെ ഒരുപാടായില്ലേ? ശരി അച്ഛ.